ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hi, hello, very good evening and welcome to Red Carpet on Aspraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം and with me RJ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് റെഡ് കാർപ്പറ്റിന്റെ ടൈം ആണ്. അപ്പോൾ എല്ലാ വീക്കിലും റെഡ് കാർപ്പറ്റിന്റെ സമയമാകുമ്പോൾ നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഏത് സെലിബ്രിറ്റി ആണ് എത്താനായിട്ട് പോവുക, ഏത് സെലിബ്രിറ്റിയുടെ വിശേഷമായിരിക്കും കേൾക്കാൻ പോവുക എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ആ കാത്തിരിപ്പിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇന്നൊരു അടിപൊളി സെലിബ്രിറ്റി ആയിട്ടാണ് നമ്മളെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു വൈറൽ പാട്ടുകാരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് പ്രതിസന്ധികളെയൊക്കെ സംഗീതം കൊണ്ട്, മ്യൂസിക് കൊണ്ട് മറികടന്ന ഒരു മിടുക്കനാണ് ഇന്ന് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ ചേരുന്നത്. വെൽക്കം ചെയ്യാം മാസ്റ്റർ ആദിത്യ സുരേഷ്. ഹായ് ആദി. ഹായ് ചേച്ചി, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയൊക്കെ അങ്ങ് പോകുന്നല്ലേ? അതിനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൊല്ലത്ത് തന്നെയാണ്, ഒരു കൊല്ലംകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കൊല്ലത്ത് നിന്നും ഒരു സെലിബ്രിറ്റി, ഒരു പാട്ടുകാരൻ, ഒരു മിടുക്കൻ പാട്ടുകാരനെയാണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു പാട്ട് അങ്ങ് പാടുക. ആ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ ചേച്ചി. ആകാശമേറിയേ മാൻപേടയായുയർന്ന തിങ്കൾ പൊതുമായി വരും വിദൂരമേഘമായി നിന്നിഴലാ ഞാൻ കരയാതെ കണ്ണുറങ്ങ് ആതിരക്കുഞ്ഞുറങ്ങ് മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ് കൈവളരാനേരം പദമായിരം മെയ്വളരാനേരം കണ്ണായിരം വാലിട്ടു കണ്ണീരേ കിളിപ്പാട്ടും കുഞ്ചേനും. അമ്പോ, അടിപൊളി. താങ്ക് യു ചേച്ചി. ഓക്കെ, നമുക്ക് പാട്ടിനെ പറ്റി ചോദിച്ചുകൊണ്ട് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതായത് എത്ര വയസ്സ് മുതലായി പാടി തുടങ്ങിയത് ആദ്യം? ഫ്രം ദ ഏജ് ഓഫ് 4 ഞാൻ പാടുമായിരുന്നു. പക്ഷെ ആ ടൈമില് എനിക്ക് പാട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ കണ്ടീഷൻ. പിന്നെ ഒരു ഒരു ശാസ്ത്രീയമായിട്ട് പാട്ട് പഠിച്ചു തുടങ്ങിയത് ഒരു 10-11 വയസ്സിന് ശേഷമാണ്. ഇപ്പൊ എനിക്ക് 17 വയസ്സുണ്ട്. ഇപ്പോഴാണ് പാട്ടിന് കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള സയന്റിഫിക് ബേസിക്സ് പഠിച്ചു തുടങ്ങിയത് ഈ ഒരു ടൈമിലാണല്ലേ? ആദ്യത്തെ ഗുരു ആരാണപ്പോ സംഗീതത്തില്? എന്റെ ആദ്യത്തെ ഗുരു ശ്രീകുമാർ സാറാണ്. സാറിന്റെ സ്ഥലം മണ്ണടിയായിരുന്നു. ഇപ്പൊ സാറ് ജീവിച്ചിരിപ്പില്ല. സാറ് മരിച്ചുപോയി ഇപ്പൊ 2 years മുമ്പ്. ഇപ്പൊ ഞാൻ കറന്റ്ലി പഠിക്കുന്നത് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ അങ്കിളുടെ അടുത്താണ്. ആണല്ലേ? ഇപ്പൊ എത്ര വർഷമായി പാട്ട് പഠിക്കുന്നപ്പോ? പാട്ടിപ്പം 8 വർഷം 9 വർഷത്തിലേക്കാവുന്നു. ആണല്ലേ? 9ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണല്ലേ? ശരിക്കും കുറെ പാട്ടിന്റെ വീഡിയോസ് ചെയ്തിട്ട് ടിക്ടോക്കിലൂടെ, ആക്ടിങ്ങിലൂടെയൊക്കെയാണ് ശരിക്കും വൈറലായി തുടങ്ങിയത് അല്ലേ? അതും കോവിഡിന്റെ സമയത്ത്. ഈ അഭിനയത്തില് കുറച്ച് താല്പര്യം കാണിച്ചുകൊണ്ട് നമ്മള് ചില റീലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അഭിനയത്തോട് ഞാൻ ഷോർട്ട് ഫിലിമിൽ 2 അഭിനയിച്ചിട്ടുണ്ട്. 2 ഷോർട്ട് ഫിലിമില്. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ്? 2 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ജലസ്പർശം കുതിക്കുന്ന വേദികൾ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിമില് 2 വർഷം മുമ്പ് അഭിനയിച്ചായിരുന്നു. നമ്മളുടെ മൂളി കണ്ണമാരി ആന്റിയുടെ കൊച്ചുമോഹനായിട്ട് അഭിനയിച്ചു. അങ്ങനെ അതിന് മുമ്പ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ 1-2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ചെറുതായിരിക്കുമ്പോൾ ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ ആക്ടിങ് ആണ്. ഇപ്പം പാട്ടിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ടും പാട്ടിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം തന്നെ പഠിത്തവും കൊണ്ടുപോകുന്നുണ്ടല്ലേ? പഠിത്തവും കൊണ്ടുപോകുന്നുണ്ട്. എവിടെയാണ് പഠിക്കുന്നത്? ഏത് കോളേജിലാണ്? ഞാൻ DB കോളേജിലാണ്, ശാസ്താംകോട്ട. ശാസ്താംകോട്ട കോളേജിലല്ലേ? ഓക്കെ. അപ്പൊ വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ പാട്ട് പാടാനൊക്കെ ആണെങ്കിലും? അമ്മയാണ്. അമ്മയും അച്ഛനും എല്ലാരും. കൂടുതലും അമ്മയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്.
അമ്മ അമ്മ ഭയങ്കര സപ്പോർട്ടാണല്ലേ? അതെ, അമ്മ എന്റെ കൂടെ ക്ലാസ്സിൽ വന്നിരിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇപ്പോ ഡിഗ്രി വരെയും അമ്മ കൂടെ വന്ന് ക്ലാസ്സിലിരിക്കുകയും എനിക്ക് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരികയൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് തവണ ഫ്രാക്ചർ ആയതുകൊണ്ട് എനിക്ക് എഴുതുന്നതിന് നല്ല ബുദ്ധിമുട്ടാണ്. എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഓക്കെ. ശരിക്കും എല്ല് പെട്ടെന്ന് ഒടിയുന്ന ഒരു അസുഖം അല്ലേ? ഫ്രാക്ചർ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. കണ്ടീഷനാണല്ലേ? അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ആ ട്രീറ്റ്മെന്റിലൂടെയാണ് ഞാനിപ്പോ കുറച്ചെങ്കിലും ബെറ്റർ ആയി വന്നത്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടൊരു കഴിവ് ദൈവം കനിഞ്ഞു തന്നിട്ടുണ്ട്. അത് സംഗീതമാണ്. മോന്റെ ആദ്യത്തെ ആ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങ് കേട്ടിരുന്നു പോയി കേട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ചേച്ചി, ശരിക്കും ആദിത്യന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറബിൾ ഡേ അതേതാണ് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തായിരിക്കും മനസ്സിലേക്ക് വരിക? മെമ്മറബിൾ ഡേ ആയിട്ട് എന്റെ ലൈഫിലുള്ളത്, എനിക്ക് 2 നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. യെസ് 2 നാഷണൽ അവാർഡ് ലഭിച്ചു. ഒന്ന് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം, പിന്നെ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം. ഓക്കെ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊല്ലംകാർ, അതിലുപരിയായിട്ട് കേരളീയർക്ക് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി എനിക്ക് വളരെ നല്ലൊരു മെമ്മോറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. 8 ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ അവാർഡിൽ, പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന്. ആദ്യം രാഷ്ട്രപതി മാഡത്തിന്റെ അവാർഡ്, പിന്നെ പിറ്റേ ദിവസം പ്രധാനമന്ത്രി മോദിജി ആയിട്ടൊരു 3 മണിക്കൂർ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ആ ഇന്ററാക്ഷനിൽ മോദിജിയെ കാണാനും മോദിജിക്ക് ഇവിടെ സംസാരിക്കാനും പിന്നെ മോദിജിക്ക് ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്കാനും ഒക്കെ പറ്റി. അതൊക്കെ വലിയൊരു ബിഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നു. പിന്നെ അതിനുശേഷം ശ്രേഷ്ഠ ദിവ്യാംഗ് ബാല പുരസ്കാരത്തിനും രാഷ്ട്രപതി മാഡത്തിന്റെ അതിന് തന്നെ അവാർഡ് വാങ്ങിക്കാൻ പറ്റി. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 4 months മുമ്പ് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെന്റ് ഉണ്ടായി. എക്സ് അവാർഡി എന്നുള്ള നിലയിൽ രാഷ്ട്രപതിയുടെ ഗസ്റ്റ് ആയിട്ട് അവിടെ പോകാനും ഒരു ഗണേശ സ്തുതി ആലപിക്കാനും പറ്റി രാഷ്ട്രപതി. അടിപൊളി. ഇതിൽ പരം ഭാഗ്യം വേറെ ആർക്ക് കിട്ടാനല്ലേ? മോദിജിക്ക് ഒരു പാട്ട് പാടി കൊടുത്തു എന്ന് വന്നില്ല, അത് ഏത് പാട്ടായിരുന്നു? ഒരു ഹിന്ദി സോങ് ആയിരുന്നു. ആഹാ, ആ ഹിന്ദി സോങ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടുവോ? തീർച്ചയായിട്ടും. दौड़त लाए एक डोर पीछे रोजा दौड़त लाए कच्चे राग में बंधा चलाए ऐसे जैसे कोई हो ऐसे जैसे कोई दीवाना ऐसे जैसे कोई दीवाना मैंने नहीं जाना तूने नहीं जाना मैंने नहीं जाना तूने नहीं जाना. ഈ ഒരു സോങ് ആയിരുന്നു. വാവ്, സൂപ്പർ. ഇത് സിനിമാ പാട്ടല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ പാട്ട് കേൾക്കുന്നത്. നന്നായിട്ടുണ്ട്. ഫിലിമിലെ പാട്ടാണല്ലേ? ഓക്കെ. റിയാലിറ്റി ഷോയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 8 വന്നിട്ടുള്ളത്. അതായിരുന്നു ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് കോമഡി റിസോർട്ടിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, ഫ്ലവേഴ്സിൽ. അതിനുശേഷം വണ്ടർ കിഡ് സകലകലാ വല്ലഭൻ എന്നൊരു ഷോ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു 2019. അപ്പൊ ആ ഷോയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 2021 സ്റ്റാർ സിംഗർ സീസൺ 8 കണ്ടത്. ഓക്കെ. ഒരുപാട് റിയാലിറ്റി ഷോസിലൂടെ പങ്കെടുത്ത് ഒരു സ്റ്റാർ ആയി നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇത്രയും റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ആളെ പിന്നെ നമ്മൾ എന്താ വിളിക്കുക? ഈ റിയാലിറ്റി ഷോയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ജഡ്ജസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും? റിയാലിറ്റി ഷോയില് ഞാൻ സ്റ്റാർ സിംഗർ സീസൺ 8 കണ്ടസ്റ്റന്റ് ആവുന്നതിന് മുമ്പ് തന്നെ ചിത്രാമ്മയെ കാണാനും ചിത്രാമ്മയുടെ കൂടെ ഒരു പാട്ട് പാടാനും പറ്റിയിട്ടുണ്ട്. അതെ, ചിത്രാമ്മ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായല്ലേ? ട്രിവാൻഡ്രത്ത് വീട്ടിൽ പോയി ചിത്രാമ്മയെ കണ്ടു, കുറെ സമയം കൂടെ പാട്ട് പാടി. അതിനുശേഷം സ്റ്റാർ സിംഗർ വെച്ച് കണ്ടപ്പോ അതില് ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമായി. ഒരുപാട് സന്തോഷം. നമ്മളെല്ലാരും ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം വാനമ്പാടിയെ നേരിട്ട് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യമാണ് ആദിത്യന് ലഭിച്ചതല്ലേ? അതിലുപരിയായിട്ട് ഒപ്പം പോയിരുന്നു പാട്ട് പാടുക. ആ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ചിത്രാമ്മയ്ക്ക് ഓരോ കുട്ടികളോടും സ്റ്റാർ സിംഗറിലുള്ള എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. എല്ലാവരോടും ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നതും. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ പോലും ചിത്രാമ്മ
ഒരുപാട് സ്വീറ്റ്സും ചോക്ലേറ്റ്സും പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചിടാറുണ്ടായിരുന്നു. ആഹാ. കാശ്മീരി ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഭയങ്കര സ്നേഹമായിരുന്നു ചിത്രാമ്മയ്ക്ക്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചിത്രാമ്മ ഒന്ന് കാണാൻ പറ്റി എനിക്ക്. കാസർഗോഡ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഓക്കെ. ആഹാ. കാണാനും ഒരു തവണ കൂടെ കൂടെ പാടാനും അവസരം കിട്ടിയല്ലേ? പറ്റി. ഓക്കെ. അപ്പൊ ഇതുപോലെ ഇനിയും വലിയ വലിയ സിംഗേഴ്സിനൊപ്പം പാടാനുള്ള അവസരമൊക്കെ കിട്ടട്ടെ കേട്ടോ. ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇന്ത്യക്ക് പുറത്ത് 2 ഇന്റർനാഷണൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോയി എവിടേക്കാണത്? ആദ്യം ഫസ്റ്റ് ടൈം ദുബായിലായിരുന്നു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം കിട്ടിയതിനു ശേഷം ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റീസെന്റ് ആയിട്ട് സിംഗപ്പൂരിൽ പോയി ഒരു 5 days ഉണ്ടായിരുന്നു. മ്യൂസിക്കൽ ഇവന്റ്സ് ആയിരുന്നോ അതും? അതൊരു ഇവന്റ് ആയിരുന്നു, മ്യൂസിക്കൽ ഇവന്റ് ആയിരുന്നു, മ്യൂസിക്കൽ ആൻഡ് മാജിക് ഷോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കേരളവും ഇന്ത്യയും ഒക്കെ കടന്ന് ലോകമെമ്പാടും ഇങ്ങനെ പാട്ടുപാടി നടക്കുകയാണല്ലേ? ഇപ്പൊ ശരിക്കും പഠിത്തത്തിനോടൊപ്പം തന്നെ എങ്ങനെയാണ് പാട്ടൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് കുഴപ്പമില്ല. ഇപ്പൊ സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാമിന് പഠിക്കുന്നുണ്ടോ അത് പാട്ടും പാടി വീട്ടിൽ ഇരിപ്പാണോ? നല്ല പഠിക്കുന്നുണ്ട്. പഠിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ. സ്കൂളിലൊക്കെ എങ്ങനെയാ? ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും എങ്ങനെയാ? സപ്പോർട്ടാണോ ഭയങ്കര? എല്ലാവരും എനിക്ക് അത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഇപ്പൊ എന്റെ കണ്ടീഷൻ വെച്ച് ഒരിക്കലും അവരാരും എന്നെ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതെനിക്ക് വളരെ എന്റെ ലൈഫിലൊരു ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാര്യം അവരെല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. എന്റെ പാട്ടിലാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പൊ എനിക്കൊരു ക്ലാസ് മിസ്സായി എനിക്ക് ഓൺലൈൻ വഴി ക്ലാസ് ഒക്കെ എടുത്ത് തരാറുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും നോട്ട്സ് അയച്ചു തരാറുണ്ട്. അപ്പൊ എല്ലാവരും എല്ലാ രീതിയിലും ഭയങ്കര ഒരു സ്ട്രോങ് പില്ലേഴ്സ് ആണ്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും. ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ആരാ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആരെ ഓർമ്മ വരുന്നേ? എനിക്ക് ദാസാറിന്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ദാസാറിന്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ദാസാറിന്റെ ഒരു പാട്ട് നമുക്ക് വേഗം പാടി തന്നേ. ഓക്കെ. പൊൻതളത്തിൽ അടുത്തിരുത്താം പൊന്മണി തളികളിൽ പഴന്നൊറുക്കും പാലടയും ഇനിയും പങ്കിടാം, ഞാനിനിയും പങ്കിടാം. മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞമ്മ താരാട്ടിൻ രാരീരം മനസ്സിൻ ഈണമാ എൻ മനസ്സിൻ ഈണമാ. വാവ്, സൂപ്പർ സൂപ്പർ. ദാസേട്ടൻ എപ്പോഴെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ പാട്ടൊക്കെ പാടിയിട്ടിട്ട്? ചെയ്തിട്ടുണ്ടോന്നറിയില്ല. പക്ഷെ ഇവിടെ ഒരു അനുമോദനത്തിന് വരാമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അനുമോദിക്കാനായിട്ട്. പക്ഷെ അന്ന് അപ്പോഴാണ് കോവിഡ് ടൈമിൽ കുറച്ചുകൂടെ ഇതായത്. പിന്നെ വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടില് എല്ലാവരും കൂടെ ചേർന്നിട്ട് ദാസ് സാറിനെ വിളിക്കാന്നിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. വിളിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ ഡേറ്റ് ഒക്കെ ചോദിച്ചതായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് കോവിഡിന്റെ ടൈമൊക്കെ ആയതും. അതുകൊണ്ട് പിന്നെ ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല. സാരില്ല, ദാസേട്ടൻ എപ്പോഴാണെങ്കിലും കാണും പോലെ വിളിക്കുകയും ചെയ്യും കേട്ടോ. സിനിമയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ പാട്ട് പാടാനായിട്ട്? ഞാനൊരു സിനിമയിൽ പാടിയിട്ടുണ്ടായിരുന്നു, തമിഴ് മൂവിയില്. തമിഴ് മൂവിയിലെ ഏത് സിനിമയാണ്? ഡി ഇമാൻ അങ്കിളില്ലേ, മ്യൂസിക് ഡയറക്ടർ, കമ്പോസ് ചെയ്ത് ഭയങ്കര ഫേമസ് മ്യൂസിക് ഡയറക്ടർ തമിഴില്. യെസ്, ഓഫ് കോഴ്സ് അറിയാം അറിയാം. അദ്ദേഹത്തിന്റെ പാട്ടല്ലേ? അദ്ദേഹത്തിന്റെ പാട്ട് മൈ ഡിയർ പൂജം എന്നുള്ള ഒരു ഫിലിമില് ഇപ്പൊ പ്രഭുദേവ സാർ ആക്ട് ചെയ്ത്, രമ്യ നമ്പീശൻ പ്രഭുദേവ സാർ ആക്ട് ചെയ്ത ഒരു മൂവിയിൽ പാടാൻ പറ്റും. ആണല്ലേ? എങ്കിൽ ആ പാട്ടും ഒരു 2 വരി പാടുവോ? പാടാല്ലോ. അന്നെന്റെ ശബ്ദം ഭയങ്കര ഒരു ഫീമെയിൽ ടച്ചിന്റെ വോയിസ് ആയിരുന്നു. ഇപ്പൊ ഭയങ്കര മാറി, ഇപ്പൊ ചേഞ്ച് ആയി. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു മാറ്റമൊക്കെ വന്നത് കൊണ്ട് തന്നെ ആ പാട്ട് പാടുന്നതിന് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ കണ്ടപ്പോ പറഞ്ഞു പണ്ടത്തെ കുഞ്ഞല്ല ഇപ്പൊ പാടുന്നതൊക്കെ പറഞ്ഞു, പുരുഷ ശബ്ദമായി എന്നൊക്കെ. പുരുഷ ശബ്ദമായി. ഇപ്പോഴാണ് ഗാംഭീര്യമൊക്കെ വന്നതല്ലേ സൗണ്ടിന്? അങ്ങനെ പറഞ്ഞു. ഓക്കെ. சிங்கனா சிங்கிளா பாய போற இந்தினால தாங்க மாட்டேன், சூறக்காத்து போல ஒன்னு தூக்கி வீசி ஊதினால தூங்க மாட்டேன். இப்ப சாரி நீயும் கேட்டாலே
விடமாட்ட மாட்ட சண்டை போட்ட ஒண்ணு வடன்னு அடி போட்ட போட்ட யாரு யாரு மோத யாரு മോദിന താറുമാറ്. വാവ്, സൂപ്പർ. അപ്പൊ എന്തായാലും സിനിമയിലും പാടാനായിട്ട് ഒരു അവസരം കിട്ടി. ഇനി ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ കിട്ടട്ടെ കേട്ടോ. താങ്ക് യു ചേച്ചി. അപ്പോൾ ആദ്യം നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ പരിമിതികളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇത്തരം പരിമിതികൾ മൂലം ഡൗൺ ആയി പോയ ഒരുപാട് പേര്. അപ്പോൾ അവർക്കൊക്കെ എന്ത് മെസ്സേജ് ആണ് മോന് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ള എല്ലാവരോടും, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരോടും എല്ലാവരോടും പറയാനുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് അല്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഓൺ പോസിറ്റീവ് സൈഡ്സും അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ്സും എല്ലാം ഉണ്ട്. നമ്മുടെ ഡിഫിക്കൽട്ടീസിൽ മാത്രം ഓർത്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് സൈഡ്സിനെ കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് സൈഡ്സിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ വെച്ചിട്ട് നമ്മൾ എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവും. എല്ലാവർക്കും, ആരും നോൺ ഈസ് പെർഫെക്റ്റ്. അപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. അപ്പം അതൊന്നും ഓർക്കാതെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആൻഡ് ബി യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പൊ എന്തായാലും ആദിത്യ, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ എക്സാമിന്റെ ഒരു തിരക്കിലൊക്കെ നിൽക്കുകയാണെങ്കിലും നമ്മൾ വിളിച്ചപ്പോൾ തന്നെ നമുക്കിതാ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. നമ്മളോടൊപ്പം ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തതില് ഇങ്ങനെ ഒരു ചാറ്റ് ഷോയിലേക്ക്. ഓക്കെ മോനെ, അപ്പൊ എല്ലാവിധ ആശംസകളും ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ സിനിമയിൽ പാടാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ പ്രോഗ്രാംസ് ആണെങ്കിലും ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിലും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ സിംഗർ ആദിത്യ സുരേഷ് ആയിരുന്നു ഇത്രയും നേരം നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ ടൈം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്പ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഔട്ട്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.